മഹാകുരിശാണ്. അപ്പോൾ വായുലിംഗം കഴിഞ്ഞ് ഞങ്ങൾ ചന്ദ്രലിംഗം എന്ന് പറയുന്നിടത്തിട്ട് എത്തി. ചന്ദ്രലിംഗം അഷ്ടദിക്പാലക ലിംഗമായിട്ട് ബന്ധമുള്ളതല്ല കേട്ടോ, പക്ഷേ ഈ ഗിരിവലം വീതിയിലുള്ളതാണ്. ഇവിടെ നിന്ന് 4.80 കിലോമീറ്ററാണ് ഗിരിവലം ഇനി ചെയ്യാൻ ബാക്കിയുള്ളത്. ഇവിടെ എല്ലാവരും കയറും, സൂര്യലിംഗവും ചന്ദ്രലിംഗവും കയറും. ഇപ്പോൾ വായുലിംഗത്തിനോടനുബന്ധിച്ച് ചന്ദ്രലിംഗം വെച്ചിരിക്കുന്നു. അതിന് ചില പ്രാധാന്യങ്ങളുണ്ട്, അത് എന്താണെന്ന് നാളെ ഞാൻ വിവരിക്കാം കേട്ടോ. ചന്ദ്രലിംഗം എന്തുകൊണ്ട് വായുലിംഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, നമ്മുടെ ചന്ദ്രൻ്റെ ഗതിവിഗതികളനുസരിച്ച് ആണ് ശ്വാസോച്ഛ്വാസത്തിൻ്റെ വലിവ് സംബന്ധമായ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ചന്ദ്രലിംഗമാണ് ഇവിടെ അല്പം ഇരുട്ടൊക്കെയാണ്. ഇതാണ് ക്ഷേത്രം, ഇങ്ങനെ ഇതായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ചന്ദ്രലിംഗം എല്ലായിടത്തും ശിവലിംഗമാണ് കേട്ടോ പ്രതിഷ്ഠ. കാണിക്കാൻ പറ്റുന്നിടത്ത് കാണിക്കാം. അതാണ് ക്ഷേത്രം, ചന്ദ്രലിംഗം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വേണ്ടി സങ്കല്പം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് ആൾ. താങ്ക് യു ആൾ. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൈ.